ഹായ്, നെഹൂസ് പ്രെറ്റി ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ട് കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത്. റോസും ചെമ്പരത്തി, ഫ്ലൈമേന അങ്ങനെ കുറേ ഫ്ലവറിങ് പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് സെയിലിനുള്ളതെന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഈ ബട്ടൺ റോസ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റാണ്. ഇതുണ്ട്, നിറയെ മുട്ടുകളാണ്. നിറയെ മുട്ടുകളുള്ള പ്ലാന്റാണ്. വലിയ പ്ലാന്റാണ്, വലിയ പൂട്ടിലുള്ള പ്ലാന്റാണ്. അത് പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ എല്ലാ റേറ്റും ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇന്നത്തേത് റോസ്മേരി പ്ലാന്റ് ആണ്. അതിന് ഒത്തിരി ആയുർവേദ ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്ക് എണ്ണ കാച്ചാനും അതുപോലെ ഭക്ഷണത്തിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. അടുത്തത് ഈ പ്ലാന്റ് ആണ്, ആസ്റ്റർ എന്ന് പറഞ്ഞൊരു ഫ്ലവറിങ് പ്ലാന്റ്. അതിൻ്റെ വൈറ്റ് ഫ്ലവർ ഉള്ളതുകൊണ്ട് പിന്നെ പിങ്ക് ഫ്ലവറും ഉണ്ട്. ഒരു പൂ കഴിയുമ്പോഴേ അതങ്ങ് കട്ട് ചെയ്ത് വിട്ടാൽ നല്ലതായിട്ട് പൊട്ടിക്കിളർത്ത് നല്ല ബുഷാകുന്ന പ്ലാന്റാണ്. അടുത്തത് ഈ ശ്രീലങ്കൻ മുല്ലയുടെ ചെറിയ തൈകളാണ്. നിറയെ പൂക്കൾ എപ്പോഴും തരുന്ന ഒരു പ്ലാന്റാണ്. അതായത് ചെറിയ പ്ലാന്റിൽ പോലും എത്ര പൂക്കളാണെന്ന് കണ്ടോ. ഇന്നത്തേത് ഹൈബ്രിഡ് ചെമ്പരത്തിയാണ്. വലിയ പൂക്കൾ തരുന്ന ചെമ്പരത്തിയാണ്. ചെറുതിലെ തന്നെ ഇതിൽ പൂക്കളുണ്ടാകും. അധികം ഉയരം വെക്കാതെ തന്നെ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. ഇതാണ് പൂവിൻ്റെ കളറ് വരുന്നത്. അടുത്തത് ഈ വെറൈറ്റിയാണ്, റെഡ് കളറുള്ളത്. നല്ല വലിയ പൂക്കളാണ് ഇതിലുള്ളത്. രണ്ടും ഡ്വാർഫ് വെറൈറ്റിയാണ്. അടുത്തത് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ്. ഇതിൻ്റെ തളിരിലയെല്ലാം ഇങ്ങനെ ചുവപ്പ് കളറിലും പിങ്ക് കളറിലും ഇരിക്കും. നല്ലൊരു പ്ലാന്റ് ആണ്. ഇതിപ്പം നമ്മുടെ മദർ പ്ലാന്റ് ആണ്. ഇത് പ്രൂൺ ചെയ്തുകൊണ്ടാണ് ഈ കളറിൽ അധികം കാണാത്തത്. അല്ലെങ്കിൽ ഇലകൾ തളർത്തിരിക്കുമ്പോൾ നിറയെ ചുമന്ന കളറായിരിക്കും. അതിൻ്റെ രണ്ട് സൈസിലുള്ള പ്ലാന്റ് ഉണ്ട്. വലിയ പ്ലാന്റ് ഉണ്ട്. ഇത് വലിയ പോട്ടിലുള്ള വലിയ പ്ലാന്റ് ആണ്. ഇത് കവർ സൈസിലുള്ള ചെറിയ പ്ലാന്റ്. രണ്ടിൻ്റെ റേറ്റ് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നല്ലൊരു ലീഫി പ്ലാന്റ് ആണ്. ഇത് ഷെഫ്ലേരയുടെ വലിയ ഇലയുള്ള പ്ലാന്റുകളാണ്. നമ്മുടെ നോർമൽ ടൈപ്പിലുള്ള ഷെഫ്ലേരയ്ക്ക് ചെറിയ ഇലകളല്ല, ഇത് വലിയ ഇലകളാണ്. ഇന്നത്തെ ഒരു ക്രോട്ടൺ പ്ലാന്റ് ആണ്. ബനാന ക്രോട്ടൺ എന്ന് പറയും. ചെറിയ ലീഫും അതിൽ നിറയെ യെല്ലോ കളറും ഗ്രീൻ കളറൂടെ മിക്സായിട്ട് വരുന്നൊരു കളറാണ്. നല്ലൊരു പ്ലാന്റ് ആണ്. ഇപ്പം മഴ ആയതുകൊണ്ടാണ് ഇതിന് ഇത്തിരി ഈ കളർ കുറവ്. വെയിലാകുമ്പോൾ നല്ല യെല്ലോ കളറാണ് ഇതിൽ കൂടുതലായിട്ട് വരുന്നത്. നല്ല ബുഷായിട്ട് വളരുന്ന പ്ലാന്റ് ആണ്. ഇനിയിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നിക്കോഡിയ എന്ന് പറഞ്ഞ ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇത് നമ്മുടെ മദർ പ്ലാന്റ് ആണ്. അതിൻ്റെ തൈകളാണ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. ചില തൈകളിലൊക്കെ പൂക്കളുമായിട്ടുണ്ട്. ഇതുണ്ട്, ഇതുപോലെ നല്ല ഡാർക്ക് കളറിലുള്ള പൂക്കളാണ്. അത് നിറയെ ഉണ്ടാകും. വെയിൽ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. നല്ല സൺലൈറ്റ് വേണം ഈ പ്ലാന്റിന്. ഇനിത് ചേഞ്ചിങ് റോസ് എന്ന് പറഞ്ഞൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. 3 കളറിൽ പൂക്കളാകുന്നത്. ആദ്യത്തെ ദിവസം ഒരു കളറ്, രണ്ടാമത്തെ ദിവസം ഒരു കളറ്, മൂന്നാമത്തെ ദിവസം വേറൊരു കളറ്, അങ്ങനെ 3 കളറ് മാറി വരും. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ്. അടുത്തത് ഫ്ലെയിം വൈൻ എന്ന് പറയുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അതിൻ്റെ പ്ലാന്റ് സൈസാണ് ഈ കാണിക്കുന്നത്. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നല്ല ചുവപ്പ് കളറ്, ഓറഞ്ച് ചുവപ്പ് കളറിൽ നല്ല പൂക്കളുണ്ടാകുന്ന നിറയെ പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ്. അതിൻ്റെ പൂക്കൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അടുത്തത് ജർബറയുടെ നല്ല അടിപൊളി ഫ്ലവറായ പ്ലാന്റുകളാണ്. നല്ല കളേഴ്സാണ് എല്ലാം. പക്ഷേ കളർ സെലക്ഷൻ ഇല്ല കേട്ടോ. കാരണം മിക്സഡ് കളറുകളാണ് എല്ലാം വന്നേക്കുന്നത്. എല്ലാം എത്ര എണ്ണമെന്നൊന്നും നമുക്കില്ല. എല്ലാ കളറുകളും മിക്സായിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് എല്ലാം നല്ല കളറുകളാണ്.
ഉണ്ടോ, പൂക്കളായ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്, നല്ല പ്ലാന്റാണ്. ഉണ്ട്, എല്ലാം നല്ല ഡാർക്ക് കളേഴ്സാണ്. അതിൻ്റെ കൂടെ വൈറ്റും ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ പ്ലാൻസുകൾ. ഇതിലേതിലൊക്കെ പ്ലാൻസ് വേണമെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.